ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് അമ്പലവയൽ, അതായത് പൂപ്പൊലി തുടങ്ങി ഈ വർഷത്തെ ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ വയനാട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും അതിൻ്റെയൊക്കെ വിഷ്വൽസ് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഇവിടെ എത്തിയതാണ്. ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് വരുന്നത് വലിയവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ. ഗേറ്റ് കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് എല്ലാ വർഷത്തെയും പോലെ ഫോട്ടോഷൂട്ട് ഏരിയ, അതായത് പൂപ്പൊലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ പേര് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പൂക്കളുടെ ഒരു മായാ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് പൂക്കൾ. ഇത് ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ ആയതുകൊണ്ടും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആയതുകൊണ്ടും വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ച വിവിധ ഇനം പൂക്കളും ചെടികളും ഇവിടെ ഇവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ ഹെക്ടർ കണക്കിന് ചുറ്റളവിലാണ് ഈ പൂപ്പൊലി ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരു 2-2.5 മണിക്കൂർ നടന്ന് കാണാനുള്ള പൂക്കൾ ഇവിടെയുണ്ട്. എന്നിരുന്നാലും ഒത്തിരി പോലും മുഷിപ്പ് നമുക്ക് തോന്നില്ല. അത്രയേറെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് ഇവിടെ നമുക്കായി ഒരുക്കിയത്. അതുമാത്രമല്ല, ജനുവരി 1 മുതൽ 15 വരെയാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. ഓരോ ദിവസവും വിവിധ ഇനം പരിപാടികളും ഇവിടെ നമുക്കായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ഞാൻ വഴിയെ പറയാം, എല്ലാ ഡീറ്റെയിൽസുകളും. ഇന്ന് ജനുവരി 1 പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാളെ തന്നെ പ്രശസ്ത പിന്നണി ഗായകനും മ്യൂസിക് ഡയറക്ടറൊക്കെ ആയ നമ്മുടെ ജാസി ഗിഫ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെ പരിപാടികളുടെ പ്രോഗ്രാം ചാർട്ട് ഞാൻ ഇതിൽ കൊടുക്കാം. ഓക്കെ. എല്ലാ വർഷവും പുതുമയുള്ള എന്തെങ്കിലും ഒന്ന് ഇവർ നമുക്കായിട്ട് ഒരുക്കലുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ മയിൽ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വിഷ്വൽസ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഡ്രോൺ ഷൂട്ട് കാണണം. ഈ ഭാഗത്തൊന്നും പൂ വിരിഞ്ഞിട്ടില്ല. ഇങ്ങനെ കുറച്ചധികം ഏരിയകളുണ്ട്. അതുകൊണ്ട് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ ചെറിയ 2 തടാകങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ ഇവർ നിർമ്മിച്ച ഒരു രൂപമാണിത്. ഉള്ളം കയ്യിൽ നിന്ന് വെള്ളം ധാരയായി താഴോട്ടൊഴുകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ബന്ദിപ്പൂവാണ് കേട്ടോ. ഇത് പല നിറത്തിലുള്ളതുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു 60% ബന്ദിപ്പൂവ് കൊണ്ട് ഇവർ വിവിധ ഭാഗങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്.
ഏകദേശം വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് വൈകുന്നേരത്തെയും രാത്രിയത്തെയും വിഷ്വൽസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വരികയാണെങ്കിലും ആ ഒരു സമയത്ത് വരികയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ രണ്ട് കാഴ്ചകളും ആസ്വദിക്കാനാവും, പകലുള്ളതും രാത്രിയുള്ളതും. ഇന്ന് ഒന്നാമത്തെ ദിവസമായതുകൊണ്ട് ആളുകൾ താരതമ്യേന വളരെ കുറവായിരുന്നു. പക്ഷേ നാളെ മുതൽ ഇവിടെ പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല തിരക്കായിരിക്കും. ഫാമിലിയും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനും അതേപോലെ റീൽസ് ചെയ്യാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനായിട്ട് പ്രത്യേകം ഏരിയകൾ തന്നെ ഇവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയാണ്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ അവരുടേതായ രീതിയിൽ കളിക്കുന്നുമുണ്ട്. ഇതൊക്കെ ഇവിടെ വളർത്തുന്നതാണ് കേട്ടോ. അമ്പലവയൽ കാർഷിക കോളേജിൻ്റെതാണ് ഈ എക്സിബിഷൻ ഗ്രൗണ്ട്, ഫ്ലവർ ഷോ നടക്കുന്ന ഗ്രൗണ്ട്. അപ്പം കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ ജീവജാലങ്ങളൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചധികം സ്റ്റാളുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റാൾ പ്രധാനമായും കേരള ഗവൺമെൻറ്റിൻ്റെയും കേരള കർഷക ക്ഷേമ വകുപ്പിൻ്റെയും ഒക്കെ സ്റ്റാളുകളാണ്. കർഷക വിളകളും ഒക്കെ ആയിട്ടാണ് ഈ സ്റ്റാളുകൾ ഉള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കാർഷിക വിളകളും ചെടികളും തൈകളും ഒക്കെ നിങ്ങൾക്ക് മേടിക്കാം. അതുമാത്രമല്ല, അത് നടേണ്ട രീതിയും അതിനുള്ള വളങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ വിവരിച്ച് തരുന്നുമുണ്ട്.
ഈ കാണുന്ന തൈകളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചതാണ്. ഇത് ഇവിടെയുള്ളൊരു റോസ് ഗാർഡൻ ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര. ഇത്രയേറെ സ്റ്റാളുകൾ നമുക്കായി ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കാത്തതായി ഒന്നുമില്ല. അത്രയേറെ സ്റ്റാളുകളുണ്ട്. കുറേ സ്റ്റാളുകൾ ഓപ്പൺ ആകാനുമുണ്ട്. ഈ കാണുന്ന നൊസ്റ്റാൾജിക് മിഠായി മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ഐഫോൺ വരെ ഇവിടുന്ന് ലഭിക്കും. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയയും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഇത് ഓപ്പണായിട്ട് വരുന്നേ ഉള്ളൂ. കാരണം ഇന്ന് തുടങ്ങിയ ദിവസമായതുകൊണ്ട് കുറച്ച് ആളുകളെ എത്തിയിട്ടുള്ളൂ. പക്ഷേ നാളത്തെ സ്ഥിതി ഇതായിരിക്കില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ ചെടികൾ വാങ്ങാനുള്ള ഒരു ഏരിയയും ഇവിടെ ഉണ്ട്. ഫുഡ് കോർട്ട് കഴിഞ്ഞ ഉടനെ തന്നെ, അത് ശ്രദ്ധിക്കാതെ പോകരുത്. അത് കഴിഞ്ഞാണ് കാർണിവൽ വരുന്നത്. എല്ലാത്തരം കാർണിവലിലുള്ള എല്ലാ റൈഡുകളും ഇവർ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒരു ഏരിയ തന്നെ കാർണിവലിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇതാണ് ഇവിടെ സ്റ്റേജ് ഷോ നടക്കുന്ന ഏരിയ. വലിയൊരു ഗ്രൗണ്ടാണ്. ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. നാളെ മുതൽ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ തുടങ്ങും. അതൊക്കെ മനസ്സിലാക്കി ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരിക. നല്ല കാഴ്ചകളാണ്. നാളെ മുതൽ എന്തായാലും ക്രൗഡ് കൂടും. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. 1-2 ദിവസം തുടക്കത്തിൽ ആളുകൾ ഇല്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നല്ല ജനങ്ങളായിരിക്കും കാണാൻ വരുന്നത്. അത്രയേറെ കാഴ്ചകളും ഇവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. 2 മണിക്കൂറോളം നമുക്ക് ചുറ്റി നടന്ന് കാണാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.